സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ വൈസ് അക്കാദമി. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പി ജിയുടെ, അതായത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ പി ജി കോഴ്സിലെ ഒരു പേപ്പർ, അതായത് MH1 110 എന്ന പേപ്പറിന്റെ ഭാഗമായിട്ട് വരുന്ന യൂണിറ്റ് 1ലെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. യൂണിറ്റ് 1 എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദ ഏർബൻ ഹിസ്റ്ററി എന്നാണ്. യൂണിറ്റ് 1 അതിലെ യൂണിറ്റ് 1ലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറയാൻ പോകും. ആ യൂണിറ്റ് 1ലെ അർബൻ ഹിസ്റ്ററി എന്ന തീമിനെ കുറിച്ച് നമ്മൾ പറയുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ എന്താണ് അർബൻ കോൺസെപ്റ്റ് എന്നും അതായത് എന്താണ് റൂറൽ കോൺസെപ്റ്റ് എന്നീ രണ്ട് കൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്താണ് അർബൻ, എന്താണ് റൂറൽ? ഈ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് അർബൻ, എന്താണ് റൂറൽ എന്നതാണ്. എന്താണ് അർബൻ? അർബൻ എന്ന് പറഞ്ഞത് നമ്മളൊരു നഗരത്തെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ നഗരത്തെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നഗരത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് അർബൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ റൂറൽ? റൂറൽ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമീണ ജീവിതത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് റൂറൽ എന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ റൂറലിന് അർബനിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ്. നമുക്ക് അർബൻ, റൂറൽ എന്നീ കൺസെപ്റ്റിലൂടെ തന്നെ നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അർബൻ എന്ന് പറയുന്നത് എന്താണ്? അർബൻ എന്ന് പറയുന്നത് ആ ഒരു നഗരത്തെയാണ്. റൂറൽ എന്നതിൽ നിന്നും അർബനിലേക്ക് പോകുമ്പോൾ അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നത് നമുക്ക് ഈ കൺസെപ്റ്റിലൂടെ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഉദാഹരണത്തിന് റൂറൽ എന്ന് പറയുന്നത് ഒരു ഗ്രാമീണമാണ്. അപ്പൊ നമ്മൾ ഈ ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാം? അതെ, നമ്മുടെ ജീവിതത്തിലും ചില മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മുടെ ജീവിതം പുരോഗമനത്തിലേക്ക് നീങ്ങാൻ ചില കാരണങ്ങൾ. ഒരു വ്യക്തി ഗ്രാമീണ ജീവിതത്തിൽ നിന്നും നഗര ജീവിതത്തിലേക്ക് മാറാൻ എന്തൊക്കെയായിരിക്കും ആ വ്യക്തിയെ സഹായിക്കുന്ന കാരണങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും ആ വ്യക്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഗ്രാമീണ ജീവിതത്തിൽ നിന്ന് നഗര ജീവിതത്തിലേക്ക് വരാനുള്ള കാരണം എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ഒന്ന്, ആ വ്യക്തിയുടെ തൊഴിലായിരിക്കാം. ഒന്നുകിൽ ആ വ്യക്തിക്ക് റൂറൽ മേഖലയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ നല്ലൊരു ജോലി ആ വ്യക്തിക്ക് അർബൻ മേഖലയിൽ ലഭിക്കും. അതുപോലെ തന്നെ ആ വ്യക്തി റൂറൽ മേഖലയിൽ ലഭിക്കുന്ന പണത്തേക്കാൾ അധിക പണം ആ വ്യക്തിക്ക് എവിടെ നിന്ന് ലഭിക്കും? ഒരു അർബൻ അല്ലെങ്കിൽ ഒരു നഗരത്തിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ അധിക ശമ്പളം ലഭിക്കുമ്പോൾ എന്താവും? നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കാരണം. അതുപോലെ തന്നെ നമുക്ക് നല്ല ആഹാരം കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികളിൽ പോഷകാഹാരക്കുറവ് ഇല്ലാതാക്കാൻ പറ്റും. തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പുരോഗമനമാവും. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി തന്റെ ജീവിതം റൂറൽ നിന്ന് അർബനിലേക്ക് മാറാൻ ചില കാരണങ്ങൾ കാരണമാകുന്നുണ്ട് നമുക്ക് മനസ്സിലായി. ആ വ്യക്തിയെ റൂറൽ നിന്ന് അർബനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ സ്വാധീനിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പോ ഒരു വ്യക്തി റൂറൽ മേഖലയിൽ നിന്ന് അർബൻ മേഖലയിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായും ആ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്ത് ജനങ്ങൾ താമസിക്കുന്നത്, ഗ്രാമീണ മേഖലയിൽ ജനങ്ങൾ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു വീട്ടില് ഇപ്പൊ കൂടിപ്പോയാല് 3-4 പേരോ ഉണ്ടാവും. പക്ഷെ നമ്മൾ നേരെ മറിച്ച് നഗരമേഖലയിലേക്ക് വരുമ്പോൾ ആ ഒരു ഫ്ലാറ്റ് നമ്മളൊരു നഗരത്തിലെ ഒരു ഫ്ലാറ്റിനെ നമ്മൾ മനസ്സിൽ കാണാം. അപ്പൊ ആ ഫ്ലാറ്റില് താമസിക്കുന്നത് കുറെ ആൾക്കാരുണ്ടാവും. എന്തായാലും ഒരു 4 വ്യക്തികൾ കൂടുതലുണ്ടാവും. അപ്പൊ എന്താവും? പോപ്പുലേഷൻ ഡെൻസിറ്റി വർദ്ധിക്കാൻ കാരണം. ഉദാഹരണം പറയുകയാണെങ്കിൽ ആ ഒരു പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടാവും. ഒരു വീട്ടിൽ 4-5 പേർ താമസിക്കുന്നതിനെയും അതേപോലെ തന്നെ ഒരു ഫ്ലാറ്റിൽ 100-200 ആൾക്കാർ താമസിക്കുന്നത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അല്ലെ? അപ്പൊ നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്നത് വർദ്ധിക്കാൻ കാരണമാകുന്നത്. നമ്മുടെ ടോപ്പിക്കിലേക്ക് കടന്നു വരുമ്പോൾ വാട്ട് ഈസ് അർബൻ സെന്റേഴ്സ്? എന്താണ് അർബൻ സെന്റേഴ്സ് അല്ലെങ്കിൽ എന്താണ് നഗര കേന്ദ്രങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മുമ്പിൽ 2 ഉദാഹരണങ്ങൾ നമുക്ക് തരാം. ന്യൂയോർക്ക്, മോഹൻജദാരോ. ന്യൂയോർക്ക്, മോഹൻജദാരോ ഇങ്ങനെ പറയുന്നത് 2 പ്രധാനപ്പെട്ട സിറ്റികളാണ്. ന്യൂയോർക്കിനെ സംബന്ധിച്ച് അതേപോലെ തന്നെ മോഹൻജദാരോയെ സംബന്ധിച്ചും അവരുടെ നിലനിൽപ്പിൽ വളരെയധികം പുരോഗമനം കൈവരിച്ചവരാണ്. ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ മോഹൻജദാരോയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ മോഹൻജദാരോയില് ഗ്രേറ്റ് ബാത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്രാനറി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ
അഴുക്കുചാൽ, സിസ്റ്റമാറ്റിക് അഴുക്കുചാലും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്, സ്വാഭാവികമായിട്ടും അവിടുത്തെ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ആ ഒരു ജനങ്ങളുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ രണ്ട് സിറ്റികൾ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സിറ്റികളാണ്. ഇത് രൂപം കൊണ്ടത് ഒരുപക്ഷെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലായിരിക്കാം. പക്ഷെ ഈ സിറ്റികളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു മോഹൻജദാരോ എന്ന് പറയുന്നത് അവരുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൽ വളരെയധികം പുരോഗമനമാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അവരുടെ ഗ്രേറ്റ് ബാത്ത് നമുക്ക് നോക്കാം, ഗ്രാനറി നോക്കാം, എന്തിലും അവരുടെ ആ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത് ന്യൂയോർക്ക് ആയിരിക്കാം. കാരണം ന്യൂയോർക്കിൽ വലിയ വലിയ സിറ്റികളുണ്ട് അല്ലെ, വലിയ വലിയ സിറ്റികളുണ്ട്, വലിയ വലിയ ഫ്ലാറ്റുകളുണ്ട്. അപ്പൊ അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ ജീവിതം കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിരിക്കാം. ആ ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു പുരോഗമനം ഈ രണ്ട് മേഖലയിലും നമുക്ക് കാണാവുന്നതാണ്. റൂറൽ സെറ്റിൽമെന്റ്സ് ടു അർബൻ സെറ്റിൽമെന്റ്, അതായത് നമ്മൾ പറഞ്ഞു ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതം പുരോഗമിക്കാൻ കാരണമാവുമെങ്കിൽ ആ വ്യക്തി തീർച്ചയായും തന്റെ റൂറൽ ജീവിതത്തിൽ നിന്ന് അർബൻ ജീവിതത്തിലേക്ക് വരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ വ്യക്തിക്ക് ഒന്നുകിൽ തന്റെ മെച്ചപ്പെട്ട ജീവിത നിലവാരം ലക്ഷ്യമായിരിക്കാം, അതല്ലെങ്കിൽ മെച്ചപ്പെട്ട തൊഴിൽ ലഭിക്കാം. ഈ മെച്ചപ്പെട്ട തൊഴിലിലൂടെ നമുക്ക് മെച്ചപ്പെട്ട ശമ്പളം ലഭിക്കാം, അതിലൂടെ നമ്മളെ ജീവിത നിലവാരം നമുക്ക് ഉയർത്താവുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, സ്മോളർ പോപ്പുലേഷൻ ടു ലാർജർ പോപ്പുലേഷൻ, അതായത് ഒരു വീട്ടിൽ ഇപ്പൊ 4 പേരാണ് താമസിക്കുന്നതെങ്കിൽ എന്നാൽ അതൊരു നമ്മള് റൂറലിൽ നിന്ന് അർബനിലേക്ക് മാറുമ്പോൾ അവിടെ എന്തായി, ഒരു ഫ്ലാറ്റിൽ 100-150 പേര് താമസിക്കുന്ന സ്ഥിതിയിലേക്ക് മാറും. അപ്പൊ അവിടെ എന്തായി, പോപ്പുലേഷൻ വർദ്ധിക്കും, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ജനസാന്ദ്രത അല്ലെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്നത് വർദ്ധിക്കാൻ കാരണമാവുന്നു. സോഷ്യൽ ഹെട്രോജിനിറ്റിക്ക് കാരണമാവും. സോഷ്യൽ ഹെട്രോജിനിറ്റി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഹെട്രോജിനിറ്റി ഉണ്ട്, ഹോമോജിനിറ്റി ഉണ്ട്. ഹോമോജിനിറ്റി എന്ന് പറയുന്നത് അതായത് ഒരേ സ്വഭാവം പുലർത്തുന്ന ജനങ്ങളെയാണ് ഹോമോ എന്ന് പറയുന്നത്. ഹെട്രോ എന്ന് പറയുന്നത് വ്യത്യസ്ത സ്വഭാവങ്ങളായിരിക്കാം. ഉദാഹരണത്തിന് നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ ആശയങ്ങളും അതുപോലെ തന്നെ നമ്മുടെ താല്പര്യങ്ങളും ഏകദേശം ഒരുപോലെ ആയിരിക്കാം. എന്നാൽ നമ്മളൊരു ഫ്ലാറ്റിലേക്കോ അല്ലെങ്കിൽ നമ്മളൊരു അർബൻ ഫാമിലിയിലേക്കോ അല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും ഒരു തൊഴിൽ മേഖലയിലേക്കോ പോകുമ്പോൾ നമ്മുടെ ആശയങ്ങൾ ആയിരിക്കണമെന്നില്ല മറ്റൊരു വ്യക്തിയുടെ ആശയം. ഉദാഹരണത്തിന് എന്റെ ആശയം ആയിരിക്കില്ല എന്റെ സ്റ്റുഡൻസിന്റെ ആശയം. ചിലപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അവിടെ ഒരു വ്യത്യസ്തത അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി ഉണ്ടാകാൻ കാരണമാണ്. ഇതിനെയാണ് സോഷ്യൽ ഹെട്രോജിനിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് നമ്മുടെ ജീവിതത്തെ സാമൂഹികപരമായിട്ട് ബാധിക്കും. ഈ ഒരു കാര്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഷ്യൽ ഹെട്രോജിനിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ താമസിക്കുന്ന ജനങ്ങളുടെ വൈഭക്യം അല്ലെങ്കിൽ വൈദഗ്ധ്യം എന്ന് പറയുന്നത് വ്യത്യസ്ത മേഖലയിലായിരിക്കും. അവരവരുടെ സ്കിൽസ് പ്രകടിപ്പിക്കുന്നത് വ്യത്യസ്ത മേഖലയിലായിരിക്കാം. ഒന്നുകിൽ അവര് ട്രേഡേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ബാങ്കേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ്മാൻ ആയിരിക്കാം, അല്ലെങ്കിൽ നല്ല ക്രാഫ്റ്റ്മാൻ ആയിരിക്കാം. ഓരോ വ്യക്തികൾക്കും അവരുടെ കഴിവുകൾ വ്യത്യസ്ത മേഖലയിലായിരിക്കാം. ആ ഒരു കഴിവ് പ്രകടിപ്പിക്കാനും അവർക്ക് ഇതിലൂടെ സാധ്യമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ സാമ്പത്തിക അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആരാധനപരമായ അല്ലെങ്കിൽ മതപരമായ ആശയങ്ങൾ വ്യത്യസ്തമായിരിക്കും. നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മളെ കുടുംബത്തിലുള്ള എല്ലാവരും ആശയങ്ങൾ ഒരുപോലെ ആയിരിക്കാം. എന്നാൽ നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ആശയം തന്നെ ആയിരിക്കില്ല നമ്മളെ കോവർക്കേഴ്സിന്റെ ആശയങ്ങൾ. അവരുടെ ആശയങ്ങൾ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം. അതുപോലെ തന്നെ ആ വ്യത്യസ്തതയിൽ ചിലപ്പോൾ കോൺഫ്ലിക്ട്സ് ഉണ്ടാകാം, സംഘാടനം ഉണ്ടാകാം. ഉദാഹരണത്തിന് നമ്മളൊരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട് പണ്ട് ഹിസ്റ്ററിയിൽ, തീസിസ് ആന്റിതീസിസ് സിന്തസിസ് എന്നത്. അതായത് എന്റെ ആശയം അല്ലെങ്കിൽ എന്റെ ആഗ്രഹങ്ങൾ അല്ലെ എന്റെ ആശയത്തെ ഞാൻ തീസിസായി പറയുകയാണെങ്കിൽ എന്റെ ആശയം ആയിരിക്കില്ല ഒരു പക്ഷെ നിങ്ങളുടെ. അപ്പൊ അതെന്തായി, അത് നിങ്ങളുടെ ആശയം ആന്റി തീസിസായി. ഈ രണ്ട് ആശയങ്ങളും കൂടി ചേർന്ന് എന്താകുന്ന ഒരാശയത്തെയാണ് നമ്മൾ എന്ത് പറയാ, സിന്തസിസം എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു സ്ഥലത്ത് നമ്മുടെ ആശയങ്ങൾ തമ്മിൽ ഒരു പരസ്പര ചേർച്ചയില്ലാതെ സംഘർഷത്തിന് വഴിയൊരുക്കുന്നു. അവിടെ എന്തുണ്ടാവും, കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. ഈ കോൺഫ്ലിക്ട്സ് ഒക്കെ തന്നെ മേജർ കോൺഫ്ലിക്ട്സും സോൾവ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ രാജാവ് തന്നെയാണ് മേജർ കോൺഫ്ലിക്ട്സും സോൾവ് ചെയ്യുന്നത്. ഈ രാജാവിന്റെ അതോറിറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അധികാരമുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി എന്റെ മക്കളിലേക്കാണ് പോവാം. കാരണം ഹാൻഡ് ടു ഹാൻഡ് ആണ്. എന്റെ അധികാരം എന്റെ മക്കളിലേക്ക്, അതായത്
തലമുറകളായി ട്രഡീഷണൽ ആയിട്ട് ആ ഒരു അധികാരം കൈമാറി വരുന്ന സ്ഥിതിയാണ് ഇവിടെ കിങ്ങിന്റെ, അതായത് രാജാവിന്റെ അധികാരം എന്ന് പറയുമ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ വ്യത്യസ്ത ജോലികൾ അവർ ഏർപ്പെട്ടിട്ടുണ്ടാവും. ഒന്ന് ഇവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ആരാധനപരമായ കാര്യങ്ങൾ നോക്കി നടത്തുക, അതുപോലെ തന്നെ ഭരണപരമായ കാര്യങ്ങൾ നോക്കി നടത്തുക എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അർബൻ സെന്റേഴ്സ് എന്ന് പറയുന്നത് അവിടെ പണക്കാരായ ജനങ്ങൾ മാത്രമായിരിക്കില്ല താമസിക്കുന്നത്. അവിടെ എന്തുണ്ടാവും? പാവപ്പെട്ട ജനങ്ങൾ ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ എന്തുണ്ടാവും? പാവപ്പെട്ടവരുടെ വീടും ഉണ്ടാവും, അതുപോലെ തന്നെ പണക്കാരുടെ വീടും ഉണ്ടാവും. അപ്പൊ അവിടെ അർബനിസം എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം നോക്കേണ്ടതുണ്ട്. അർബനിസം എന്ന് പറയുമ്പോൾ നമ്മൾ തികച്ചും അതൊരു പൂർണ്ണമായിട്ട് ഡെവലപ്ഡ് ആയ ആൾക്കാർ എന്നല്ല, അവിടെ പാവപ്പെട്ട ജനങ്ങളും ഉണ്ടാവും. ആ ഒരു അർബൻ സിറ്റിയിൽ എന്ന് പറയുന്നത് പാവപ്പെട്ട ജനങ്ങളും അതുപോലെ തന്നെ പണക്കാരായ ജനങ്ങളുടെയും വീടുകളുണ്ട്. അതേപോലെ തന്നെ ഈ അർബൻ സിറ്റീസിൽ ആരൊക്കെ ഉണ്ടാവും? ഭരിക്കുന്നവരും ഉണ്ടാവും, ഭരിക്കപ്പെടുന്നവരും ഉണ്ടാവും. അതായത് റൂളേഴ്സ് ആൻഡ് റൂൾഡ് പേഴ്സൺസും ഇവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ വിൽക്കുന്നവരും വാങ്ങുന്നവരും ഉണ്ടാവും. നമ്മളൊരു സാധനം ഉണ്ടാക്കിയാൽ അത് നമ്മൾ കമ്പോളത്തിൽ വെച്ചിട്ടും കാര്യമൊന്നുമില്ല അല്ലെ, അതിൽ കച്ചവടം നടക്കണം. അപ്പൊ അവിടെ ഉണ്ടാവും ബയേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ സെല്ലേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ കരകൗശല വിദഗ്ധരും ഉണ്ടാവും, ട്രേഡേഴ്സും ഉണ്ടാവും, ക്രാഫ്റ്റ്മാൻസും ഉണ്ടാവും, അതുപോലെ തന്നെ ട്രേഡേഴ്സും ഉണ്ടാവും. ഈ ഒരു പിന്നെ സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം മുതലേ പുരോഗമിച്ച ഒരു വിഭാഗം ഒന്നും ആയിരുന്നില്ല. നമ്മൾ എന്തൊക്കെ ചെയ്തിരുന്നു? അലഞ്ഞു തരുന്ന ആളുന്നു, നായാട് ജീവിച്ചിരുന്നു, അതുപോലെ തന്നെ കായ്കനികൾ ശേഖരിച്ചും ജീവിച്ചിരുന്ന ഒരു പഴയ മനുഷ്യർ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ പഴയ മനുഷ്യൻ ഹണ്ടിങ് ആൻഡ് ഗാദറിങ് പീപ്പിൾസ് ആണ് ഇന്നത്തെ കാലത്ത് എന്തുണ്ടായത്? ആ ഒരു സെറ്റിൽഡ് ലൈഫിലേക്ക് വന്നത്. ആ ഹണ്ടിങ് ഗാദറിങ് പീപ്പിളിന്റെ സെറ്റിൽഡ് ലൈഫിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഒരു അർബൻ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ അർബൻ സെന്റേഴ്സിന്റെ ഒരു രൂപവൽക്കരണത്തിന് കാരണമായിട്ടുള്ളത്. ഇനി നമ്മൾ രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് കടന്നു വരികയാണെങ്കിൽ നമ്മൾ പറയുന്നത് വാട്ട് ഈസ് സർപ്ലസ്. ഇത് നമ്മൾ ചെറിയ കാലം മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് സർപ്ലസ് അല്ലെങ്കിൽ എന്താണ് മിച്ചോൽപാദനം എന്നത് അല്ലെ. എന്താണ് മിച്ചോൽപാദനം? നമ്മൾ വ്യവസായവൽക്കരണം അല്ലെങ്കിൽ വ്യാവസായിക വിപ്ലവം പഠിച്ചവരാണ് അല്ലെ. വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായിട്ട് എന്താണ് ഉണ്ടായത്? വളരെയധികം യന്ത്രങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി അല്ലെ. അപ്പൊ ഒരു വ്യക്തി ഒരു ദിവസം നെയ്ത്തുണ്ടാക്കുന്ന വസ്ത്രങ്ങളെക്കാളും ഉപരി, അതായത് ഒരു വ്യക്തി ഒരു ദിവസം ഒരു വസ്ത്രമാണ് നെയ്ത്തുണ്ടാക്കാൻ സാധിച്ചതെങ്കിൽ ഈ യന്ത്രങ്ങളുടെ വരവിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? യന്ത്രങ്ങളുടെ വരവിന്റെ ഫലമായിട്ട് ഈ നെയ്ത്ത്, അതായത് ഈ നെയ്ത്തിന്റെ പകരം യന്ത്രങ്ങൾ വന്നു, അതായത് കൈ ഉപയോഗത്തിന് പകരം യന്ത്രങ്ങൾ വന്നതോടുകൂടി നമ്മുടെ ഉൽപാദനം എന്തായി? ഉൽപാദനം വർദ്ധിക്കാൻ കാരണമായി അല്ലെ. ഉൽപാദനം വർദ്ധിച്ചതിന്റെ ഫലമായിട്ട് നമുക്ക് എന്തുണ്ടാകാൻ തുടങ്ങി? മിച്ചോൽപാദനം ഉണ്ടാകാൻ തുടങ്ങി അല്ലെ. അപ്പൊ എന്താണ് മിച്ചോൽപാദനം? നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടും ബാക്കി വരുന്ന വസ്തുക്കളെ അല്ലെ ബാക്കി വരുന്ന ഉൽപ്പന്നങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? മിച്ചോൽപാദനം എന്ന് പറയുന്നു. അതായത് സർപ്ലസ് എന്ന് പറയുന്നു. നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി വരുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? സർപ്ലസ് എന്ന് പറയുന്നു. അതായത് ഈ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഈ കാർഷിക ജനങ്ങൾ അവരുടെ ആവശ്യത്തിലധികം ഉൽപ്പാദിക്കുകയും അത് അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് ബാക്കിയുള്ളവ അവർ വിപണിയിലേക്ക് അയക്കുകയും അവിടെ വെച്ച് എന്തുണ്ടാവുന്നു? ഒരു വാങ്ങുന്നതും വിൽക്കുന്നവരും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കുകയും അങ്ങനെ സർപ്ലസിലൂടെ ഇവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ അത് വിപണിയിലേക്ക് അയക്കുകയും അതിലൂടെ ഇവര് എന്ത് നടത്തുന്നു? വ്യാപാരം നടത്തുന്നത് വഴി ഇവർക്ക് അധിക സമ്പത്ത് ഉണ്ടാവും. ഈ ഒരു കാര്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർപ്ലസ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ രണ്ട് സിറ്റികളിൽ അല്ലെങ്കിൽ രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ എന്തുണ്ടാവും? സാധന സേവന കൈമാറ്റങ്ങൾ ഉണ്ടാവും. അതായത് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ആവശ്യവും കഴിച്ചു ബാക്കി വസ്തുക്കൾ വരികയാണെങ്കിൽ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യും? കടയിലേക്കോ മറ്റോ നൽകും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർപ്ലസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളെ വീട്ടിൽ ഇപ്പൊ ഒരു സാധനം, കുറച്ച് തക്കാളി നമ്മൾ കൃഷി ചെയ്ത് വിചാരിക്കും. നമ്മൾ ആവശ്യവും കഴിഞ്ഞ് പിന്നെ നമ്മള് കുറച്ചധികം ഉണ്ടെങ്കിൽ
ഒരു തക്കാളി സൂക്ഷിച്ചു വെക്കുന്നതിന് പരിധിയുണ്ട് അല്ലെ. കുറച്ചു കാലം കഴിഞ്ഞാൽ എന്തായാലും മോശമാവും. അപ്പൊ നമ്മൾക്ക് വെച്ച് മോശമാകുന്നതിനേക്കാൾ നല്ലത് അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് അല്ലെ. സോ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആവശ്യം കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ളത് എടുത്തു വെച്ച് ബാക്കി വരുന്നത് നമ്മുടെ അയൽപ്പക്കത്തുള്ള വീടുകൾക്ക് കൊടുക്കും അല്ലെ. സോ ഇതാണ് എന്ത്, മിച്ചോൽപാദനം അഥവാ സർപ്ലസ്. അതായത് അഗ്രികൾച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കാർഷിക ജനങ്ങള് അല്ലെങ്കിൽ കാർഷിക ഉൽപാദനത്തിന് വർക്ക് ചെയ്യുന്ന ജനങ്ങള് അവർക്ക് അധികമായിട്ട് ധാന്യ ഉൽപാദനം ഉണ്ടാവുകയും ആ അധികം വരുന്ന മിച്ചോൽപാദനമായി വരുന്ന ധാന്യങ്ങൾ അവരെന്ത് ചെയ്യും, തീർച്ചയായും അത് വിപണിയിലോ മറ്റോ നൽകുന്ന ആ ഒരു വ്യവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഒരു വ്യവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിച്ചോൽപാദനം അഥവാ സർപ്ലസ്. ഈ ബ്രോദേൽ എന്ന ചരിത്രകാരന്മാർ ഹിസ്റ്ററി പിന്നെ ഈ ഒരു സർപ്ലസിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, തീർച്ചയായും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ടൗണ്, ആ ടൗണിൽ എന്തുണ്ടാവും, മിച്ചോൽപാദനം ഉണ്ടാവും. മിച്ചോൽപാദനം ഉണ്ടാകുമ്പോൾ ആ ടൗൺ എന്ത് ചെയ്യും, അവരുടെ സാധനം ബാക്കി വരുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു സിറ്റിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ടൗണിലേക്ക് തീർച്ചയായും അയക്കും. അതിന്റെ ഫലമായിട്ട് ഒരു ടൗൺ ഇൻഡിപെൻഡന്റ് ആവുകയും മറ്റൊരു ടൗൺ എന്തായി മാറും, ഡിപ്പെൻഡന്റ് ആയി മാറുകയും ചെയ്യും. ഉദാഹരണത്തിന് നമ്മളിപ്പോ അരിക്കും മറ്റും തമിഴ്നാടിനെയും കർണാടകനെയും എല്ലാം ആശ്രയിച്ച് ജീവിക്കുന്നില്ലേ, അത് തന്നെയാണ് സംഭവം. അവർ നന്നായിട്ട് ഉത്പാദിപ്പിക്കുന്നു, അവർ ഇങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുന്നു, അവർക്ക് മിച്ചോൽപാദനം ഉണ്ടാകുന്നു, അവർ ഇങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുന്നു. നമ്മൾ ആരാണ്, നമ്മൾ ഡിപ്പെൻഡേഴ്സ് ആണ്. അവരെന്താണ്, ഇൻഡിപെൻഡേഴ്സ് ആണ്. ആ ഒരു കാര്യം നമ്മൾ ഓർത്തു വെക്കാം. എന്താണ് മിച്ചോൽപാദനം, അതായത് ബ്രോദേലിന്റെ കൺസെപ്റ്റ് എന്താണ്, ബ്രോദേൽ എന്താണ് മിച്ചോൽപാദനത്തെ കുറിച്ച് പറഞ്ഞത് അല്ലെങ്കിൽ സർപ്ലസിനെ കുറിച്ച് പറഞ്ഞത് എന്നതൊന്ന് ഓർത്തു വെക്കാം. അതേപോലെ തന്നെ നമ്മൾ ഈ സർപ്ലസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞേ, തീർച്ചയായും അതൊരു മറ്റൊരു രാജ്യത്ത് അല്ല മറ്റൊരു പ്രദേശത്തേക്ക് നമ്മൾ കയറ്റുമതി ചെയ്യും. ഈ കയറ്റുമതി ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവിടെ എന്തുണ്ടാവും, പുതിയ വഴികൾ നമ്മൾ കണ്ടുപിടിക്കും അല്ലെ. കാരണം നമുക്ക് ഈ സാധനം അവിടെ എത്തിക്കണം. അതൊരു ലാർജ് റൂട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലത് നമ്മൾ തീർച്ചയായും എന്ത് ചെയ്യും, ഒരു സ്മോൾ റൂട്ട് ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കും. അപ്പൊ വ്യാപാരത്തിന് വേണ്ടി നമ്മൾ പുതിയൊരു ലാൻഡ് മാർഗം അല്ലെങ്കിൽ പുതിയൊരു കരമാർഗം നമ്മൾ കണ്ടുപിടിക്കും. ആ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള മാർഗം നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ അവിടെ ചില മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മുടെ ഭൂമിശാസ്ത്രപരമായി ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ എന്ത് സഹായിച്ചിട്ടുണ്ട്, സർപ്ലസ് സഹായിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ മിച്ചോൽപാദനം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് അയക്കുമ്പോൾ തീർച്ചയായും അവിടെ എന്ത് സംഭവിക്കും, തീർച്ചയായും അവിടെ പുതിയ വഴികൾ നമ്മൾ കണ്ടുപിടിക്കും. അതിന്റെ ഫലമായിട്ട് നമ്മുടെ ഭൂമിശാസ്ത്രത്തിൽ ചില മാറ്റങ്ങൾ വരാൻ കാരണമായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ സിറ്റി എന്ന് പറയുന്നത് ഹബ് ഓഫ് കൺട്രോൾ ഓഫ് പിന്നെ പവർ എന്നാണ് പറയുന്നത്. നമ്മുടെ അധികാരത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിറ്റിയാണ് എന്ന് കൂടി പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇത്തരത്തിൽ നമ്മളൊരു കയറ്റുമതി ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും, അവിടെ ജനങ്ങൾ തമ്മിലൊരു നല്ല ബന്ധം ഉണ്ടാകാൻ കാരണം, ജനങ്ങളുടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ അവർക്കിടയിൽ നല്ലൊരു ബന്ധം ഉണ്ടാകാൻ ഈ ഒരു സർപ്ലസ് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സർപ്ലസിന്റെ ഫലമായിട്ട് പുതിയ പുതിയ സ്റ്റേറ്റുകൾ ഉണ്ടാകാനും കാരണമാകുന്നുണ്ട്. പിന്നെ കിൻഷിപ്പ്, അതായത് ഇവിടെ എന്തെങ്കിലും ഇവരെ ഒരു സാധനം കയറ്റുമതി ചെയ്യുമ്പോൾ അതിന് മുകളിൽ ടാക്സ് ഉണ്ടാകുന്നുണ്ട്. ടാക്സ് അഥവാ നികുതി. ഈ ഒരു ടാക്സ് ഉണ്ടാകുമ്പോൾ ഇതിനെ നിയന്ത്രിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ഇവിടുത്തെ രാജാവാണ്. ആദ്യ കാലഘട്ടത്തിൽ ഇവിടെ എന്ത് തരത്തിലുള്ള സൊസൈറ്റികളാണ് ഉണ്ടായത് എന്ന് വെച്ചാൽ ട്രൈബൽ സൊസൈറ്റികളാണ് ഉണ്ടായത്. ഈ ട്രൈബൽ സൊസൈറ്റികളാണ് ഇന്നത്തെ ആധുനിക സമൂഹങ്ങളായിട്ട് മാറിയത്. അപ്പൊ നമ്മൾ ഇത്രയും സമയം പറഞ്ഞത് എന്താണ് സർപ്ലസ് എന്നതാണ്. എന്താണ് സർപ്ലസ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു, നമ്മളൊക്കെ ആവശ്യത്തിൽ കൂടുതൽ പിന്നെ ഉൽപാദനം ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് കയറ്റി വയ്ക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടാകുന്ന ഉൽപാദനത്തെ നമ്മൾ സർപ്ലസ് അഥവാ മിച്ചോൽപാദനം എന്ന് പറയുന്നു. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ വരുമ്പോൾ വാട്ട് ഈസ് urban ഹിസ്റ്ററി, എന്താണ് urban ഹിസ്റ്ററി? നമുക്കറിയാം ഒരു നഗരം ഉയർന്നു വരുമ്പോൾ അതിന് തീർച്ചയായും ഒരു ചരിത്രം ഉണ്ടാവും. ആദ്യ കാലഘട്ടം മുതലേ ഇതൊരു നഗരമായിരിക്കണമെന്നില്ല, അതിന് തീർച്ചയായും ഒരു ഗ്രാമീണ മേഖലയുടെ പശ്ചാത്തലം ഉണ്ടായിരിക്കും. ആ ഗ്രാമീണ മേഖലയിൽ നിന്ന് പുരോഗമിച്ചിട്ടായിരിക്കാം ഇന്നത്തെ ഈ നഗരത്തിലേക്ക് അത് എത്തിയിരിക്കുന്നത്. അതിന് പിറകിൽ ചില ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്നുണ്ടാവും. അതായത് ഒരു പ്രദേശത്ത് ഒരു കുറെ അധികം ജനങ്ങൾ താമസിക്കുന്ന ആ ഒരു സമുദായം, കുറച്ച് ജനങ്ങൾ താമസിക്കുകയാണെങ്കിൽ അതെന്താണ്, റൂറൽ
മേഖലയാണ്, അല്ല റൂറൽ സൊസൈറ്റി ആണ്. എന്നാൽ ആ ഒരു പ്രദേശത്ത് പോപ്പുലേഷൻ ഡെൻസിറ്റി അധികമാവുന്ന ആ ഒരു സന്ദർഭത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അർബനൈസേഷൻ അല്ലെ അർബൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തീർച്ചയായും ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്ന് നഗര പശ്ചാത്തലത്തിലേക്ക് എത്തിയ ചരിത്രം ഏതൊരു അർബൻ ഹിസ്റ്ററിയെ സംബന്ധിച്ചും ഉണ്ടാവും. നമ്മൾ ഉദാഹരണത്തിന് താഴെ കൊടുത്തൊരു പിക്ചർ നോക്കുകയാണെങ്കിൽ അതിൽ കൃത്യമായിട്ട് റൂറൽ ആ ഒരു അർബൻ ഇമേജസ് നമുക്ക് നമ്മുടെ മൈൻഡിലേക്ക് എത്തിക്കാൻ പറ്റും. കാരണം അതിൽ ഒരു ഭാഗത്ത് ഏർബൻ ഹിസ്റ്ററിയും അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് റൂറൽ ഹിസ്റ്ററിയാണ്. അവിടെയുള്ള വ്യത്യാസവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരു ഭാഗം കൃഷിയെ ആശ്രയിച്ചു, അതുപോലെ തന്നെ അവിടെ പോപ്പുലേഷനും കുറവാണ്. എന്നാൽ മറ്റൊരു ഭാഗം എടുത്തു നോക്കുമ്പോൾ അവിടെ പടുകൂറ്റൻ ഫ്ലാറ്റുകളാണ് അല്ല കാണുന്നത്. അപ്പൊ എന്താണ് അവിടെ ഉള്ള ഡിഫറൻസ് എന്ന് നമുക്ക് ആ ചിത്രത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഒരു ഭാഗത്ത് കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ജനങ്ങളായിരിക്കും, പോപ്പുലേഷൻ കുറവായിരിക്കും. എന്നാൽ മറ്റൊരു മേഖലയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ വലിയ വലിയ കൂറ്റൻ കെട്ടിടങ്ങൾ കാണുന്നുണ്ട്, അതുപോലെ തന്നെ പോപ്പുലേഷനും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഉന്നത ജീവിത നിലവാരം നയിക്കുന്ന ജനങ്ങളും അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ അർബനിസം എന്താണ് ആ ഒരു ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു ഷിഫ്റ്റ് ഫ്രം റൂറൽ ടു അർബൻ ഏരിയസ്. അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഏതൊരു അർബൻ ഹിസ്റ്ററി എടുത്തു നോക്കുമ്പോഴും അതിന് അതിൻ്റെതായ റൂറൽ ഹിസ്റ്ററി എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ അവര് ചില സെറ്റിൽമെന്റ്സ്, അതായത് സിറ്റി, അവരുടെ സെറ്റിൽമെന്റ്സിനെ നമ്മൾ സിറ്റി എന്നാ പറയുന്നത്. അതായത് അവിടെ ചെറിയ ചെറിയ പ്രദേശങ്ങളല്ല ഉള്ളത്, പടുകൂറ്റൻ കെട്ടിടങ്ങളാണുള്ളത്. ആ ഒരു സെറ്റിൽമെന്റ്സ് നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് പറയുന്നുണ്ട്, സിറ്റി എന്ന് പറയുന്നത്. അർബൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് പ്രോസസ് ആണ്. അതായത് നമ്മൾ ചില പ്രക്രിയകളെ കുറിച്ചാണ് ഇത് പഠിക്കേണ്ടത്. കാരണം ഒരു പിന്നെ അർബൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു അർബൻ മേഖല എന്ന് പറയുന്നത് ആദ്യം തന്നെ ഒരു അർബൻ ആയിട്ടല്ല ജനിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും ഡെവലപ്ഡ് ആയിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അല്ലാതെ അത് ആദ്യം മുതലേ ഡെവലപ്ഡ് കൺട്രി അല്ലെങ്കിൽ അർബൻ ഹിസ്റ്ററി, അർബൻ മേഖല എന്ന പേരിൽ അറിയപ്പെടുന്നില്ല. അതിന്റെ റൂറൽ ചരിത്രത്തിൽ നിന്ന് അത് അർബനിലേക്ക് എത്തിക്കുന്നു. അപ്പൊ അർബനിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ചില മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ പറഞ്ഞ പോപ്പുലേഷനിൽ മാറ്റങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ അവരുടെ ജീവിതത്തെ മാറ്റങ്ങൾ ഉണ്ടാവും, അവരുടെ ആശയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവും, അവരുടെ ആചാരങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോ ഇത്തരത്തിലുള്ള മാറ്റങ്ങളെ കുറിച്ചും ആ ഒരു ഹിസ്റ്ററിയിൽ, അർബൻ ഹിസ്റ്ററിയിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അർബനിസം ആസ് എൻ ഇന്റർ ഡിസിപ്ലിനറി പ്രൊജക്ട്. എന്താണ് ഇന്റർ ഡിസിപ്ലിനറി? കുറെ തവണ കേട്ടിട്ടുള്ള ഒരു പേരാണ് ഇന്റർ ഡിസിപ്ലിനറി. എന്താണ് ഇന്റർ ഡിസിപ്ലിനറി? നമ്മൾ മലയാളത്തിലെ ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറയുമ്പോൾ വ്യത്യസ്ത വിഷയങ്ങൾ തമ്മിലുള്ള പരസ്പര ആശ്രയത്വം. സോഷ്യൽ സയൻസ് ഈസ് എ ഇന്റർ ഡിസിപ്ലിനറി സബ്ജക്ട് എന്ന് പറയും. കാരണം ഈ സോഷ്യൽ സയൻസിന് വ്യത്യസ്ത വിഷയങ്ങളുമായിട്ട് ബന്ധമുണ്ട്. എക്കണോമിക്സ് ആയിട്ട് ബന്ധമുണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ആയിട്ട് ബന്ധമുണ്ട്, ജിയോഗ്രഫി ആയിട്ട് ബന്ധമുണ്ട്, അതുപോലെ തന്നെ സോഷ്യോളജി ആയിട്ട് ബന്ധമുണ്ട്. അങ്ങനെ വ്യത്യസ്ത വിഷയങ്ങളുമായിട്ട് കണക്റ്റഡ് ആയ ഒരു വിഷയമാണ് എന്ത്, സോഷ്യൽ സയൻസ്. അപ്പൊ ഈ ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറയുന്നത് എന്താണ്, ഒരു തരത്തിലുള്ള കണക്ഷൻ ആണ്. ഒരു തരത്തിലുള്ള വ്യത്യസ്ത വിഷയങ്ങൾ തമ്മിലുള്ള ഒരു പരസ്പര ആശ്രയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറയുന്നത്. അർബനിസം എന്ന് പറയുന്നത് അഥവാ നഗരവൽക്കരണം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇന്റർ ഡിസിപ്ലിനറി പ്രൊജക്റ്റ് ആണ്. ഇതിനു വേണ്ടി നിങ്ങളെ മുമ്പിൽ നല്ലൊരു ഉദാഹരണം വെക്കുന്നുണ്ട്. അതിനു മുമ്പ് നമ്മൾ പറയേണ്ട ഒരു കാര്യം, അർബനിസം ഇസ് എ കമ്പാരിറ്റീവ് ആൻഡ് ഇന്റർ ഡിസിപ്ലിനറി മെത്തേഡ്. ഫസ്റ്റ്, അതായത് അർബനിസം എന്ന് പറയുന്നത് ഒരു കമ്പാരിറ്റീവ് ആണ്, അതേപോലെ തന്നെ ഇന്റർ ഡിസിപ്ലിനറി ആണ്. നമ്മൾ പറഞ്ഞു റൂറൽ അർബനും അതൊരു കമ്പാരിറ്റീവ് ആണ്. അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്, അവിടെ ജനങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് മാറ്റം ഉണ്ടാകുന്നത്, ജനങ്ങളുടെ ആശയങ്ങൾ എന്താണ് മാറ്റം, ആചാരങ്ങൾ എന്താണ് മാറ്റം, അതൊരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. സോ നഗരവൽക്കരണം അല്ലെങ്കിൽ അർബനിസം ഇസ് എ ഇന്റർ ഡിസിപ്ലിനറി ഓർ കമ്പാരിറ്റീവ് സ്റ്റഡി. അങ്ങനെ പറയുന്നത് നമുക്ക് യാതൊരു തെറ്റുമില്ല അല്ലെ. നമുക്ക് കുറച്ച് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ് എന്ത്, അർബനിസം ഇസ് എ ഇന്റർ ഡിസിപ്ലിനറി ബ്രാഞ്ച് അല്ലെങ്കിൽ പ്രൊജക്ട് എന്ന് പറയുന്നത്. അർബൻ സ്റ്റഡീസ് ഹാവ് എ റിപ്പീറ്റഡ്ലി ബ്രാഞ്ചഡ് ബൗണ്ടറീസ് ഓഫ് ഡിസിപ്ലിൻ. അതായത് ഇതൊരു ഡിസിപ്ലിനെ കുറിച്ച് അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള അതിരുകളെ കുറിച്ചുള്ള ഒരു പഠനമാണ്. ഞാൻ മുമ്പിൽ ഒരു എക്സാമ്പിൾ വെക്കുന്നുണ്ട്. ഒരു ചെറിയൊരു പ്രശ്നത്തെ കുറിച്ചാണ്. ഡൽഹിയിൽ ഒരു വാട്ടർ സപ്ലൈ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഈ ഡൽഹിയിലെ വാട്ടർ സപ്ലൈ പ്രശ്നം വരുമ്പോൾ ഇവർ ആദ്യം എന്തിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ യമുന മേഖലയിലുള്ള റിവറിനെ അല്ലെങ്കിൽ യമുന റിവറിനെ ആശ്രയിച്ചു, യമുന റിവറിലുള്ള വെള്ളത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. എന്നാൽ ഇവർക്കൊരു പ്രശ്നം വരുമ്പോൾ ഇവരെ മനസ്സിലാക്കി യമുനയെ മാത്രമല്ല നമുക്ക് ഗംഗേനെയും ബിയാസ് റിവേഴ്സിനെയും ആശ്രയിക്കാം. അതായത് ഒന്ന്
ഒന്നിന് പകരം നമ്മൾ മറ്റൊന്ന് വെക്കുന്നു. അതാണ് ഈ ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറയുന്നത്. വ്യത്യസ്തത തമ്മിലുള്ള പരസ്പരാശ്രയത്വം, അതായത് വ്യത്യസ്ത വിഷയങ്ങൾ തമ്മിലുള്ള പരസ്പരാശ്രയത്വം. ഗംഗ അതായത് യമുന റിവറിൽ ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ യമുന റിവറുമായി ജലത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഇവർ എന്ത് ചെയ്യുന്നു? ഗംഗ ബിയാസ് റിവേഴ്സിനെ എന്ത് ചെയ്യുന്നു? ആശ്രയിക്കുന്നു. ആ ഒരു സ്റ്റഡി അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ ഏതിന് അർബനിസത്തിലൂടെ സാധിക്കുന്നു. അല്ലെങ്കിൽ അർബനിസം എന്ന് പറയുന്ന അർബനിസം ഇന്റർ ഡിസിപ്ലിനറി പ്രൊജക്റ്റ് ആണ് എന്ന് പറയുന്നതിന് നമുക്ക് ഇതൊരു ഉദാഹരണമായിട്ട് കണക്കാക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ ഡൽഹിയിലെ ചില പ്രശ്നങ്ങൾ, അണികൾ വാട്ടറിന്റെ പ്രശ്നങ്ങൾ വരുമ്പോഴും ഇവരെന്ത് ചെയ്യുന്നത്? ഇവരൊന്നിക്കിൽ മറ്റൊന്ന്, അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ മറ്റൊന്ന് എന്ന രീതിയിൽ ഇവരെ പോകുന്നു. അതേപോലെ തന്നെയാണ് അർബനിസം എന്ന് പറയുന്നത്. അർബനിസം എന്ന് പറയുന്നത് നമ്മൾ എന്തു വേണം? ഒരു ഒരു കാര്യം പഠിക്കുമ്പോൾ അത് ആദ്യം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പോ ജനങ്ങളുടെ ജീവിതം പഠിക്കുമ്പോൾ ആദ്യകാലത്ത് റൂറൽ മേഖലയിൽ ഉണ്ടായ ജനങ്ങൾ എങ്ങനെയായിരുന്നു, അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, ഇപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു, അവരുടെ തൊഴിൽ മേഖലയിൽ എന്തായിരുന്നു മാറ്റം, ഇപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു, അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, അവരുടെ ആർട്ടില് ലിറ്ററേച്ചർ എന്നിവയിൽ വന്ന മാറ്റം എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്നതിന് അർബനിസം. അതുകൊണ്ടാണ് പറയുന്നത് അർബനിസം ഇസ് എ ഇന്റർ ഡിസിപ്ലിനറി പ്രൊജക്ട് എന്നത്. അതേപോലെ തന്നെ നമ്മൾ എന്ത് പറയുന്നു? വാട്ടർ സപ്ലൈ, അതായത് നമുക്ക് ജലത്തിലാണ് പ്രശ്നം ഉണ്ടാകുന്നത്, സ്വാഭാവികമായിട്ട് അത് എന്തിൽ പ്രതിഫലിപ്പിക്കും? നമ്മുടെ ഇലക്ട്രിസിറ്റിയിൽ പ്രതിഫലിപ്പിക്കും, അല്ലെ? അതിലൊരു പ്രശ്നം, ഒരു സംശയമില്ലല്ലോ. നമുക്കൊരു ജലത്തിൽ പ്രശ്നം വരുന്നു. യമുന നദിയിലുള്ള ജലത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ ഒരു പ്രശ്നം വരുമ്പോൾ അവര് മനസ്സിലാക്കുന്ന ഗംഗേനെയും ബിയാസിനെയും നമുക്ക് നോക്കണം, നമുക്കതിനെ ഇതിന് പകരം അത് എന്ന രീതിയിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാം എന്ന് തീരുമാനിക്കുന്നു. പക്ഷെ ആ ഒരു വാട്ടറിന്റെ പ്രശ്നം നമുക്ക് സ്വാഭാവികമായിട്ടും ഇലക്ട്രിസിറ്റിയിലും ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ഈ അർബനിസം എന്ന് പറയുന്നത് ഇന്റർ ഡിസിപ്ലിനറി ബ്രാഞ്ച് ആണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ എക്കോളജി, അവരുടെ ജീവിത നിലവാരം, അവരുടെ ആർട്ട്, ലിറ്ററേച്ചർ, ഫിലിം, ഫോട്ടോഗ്രാഫി എന്നിവയിലുള്ള എല്ലാ മാറ്റങ്ങളും കുറിച്ച് പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ? പിന്നെ അർബനിസം ഇസ് എ ഇന്റർ ഡിസിപ്ലിനറി ബ്രാഞ്ച് എന്നത്. അതായത് നമ്മുടെ ആദ്യകാലത്തെ റൂറൽ മേഖലയിലുള്ള ജനങ്ങളുടെ ആർട്ട് എന്തായിരുന്നു, ലിറ്ററേച്ചർ എന്തായിരുന്നു, അവരുടെ ആചാരങ്ങൾ എന്തായിരുന്നു, അനുഷ്ഠാനങ്ങൾ എന്തായിരുന്നു, അവരുടെ ഫോട്ടോസ് എങ്ങനെയായിരുന്നു, അവരുടെ ഡ്രസ്സ് എങ്ങനെയായിരുന്നു എന്നത് നോക്കിയിട്ട് നമ്മൾ കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് നടത്തുന്നത്. കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചിന്തിക്കും? എന്നാൽ ഇപ്പോഴുള്ള ജനങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, അതായത് ഇപ്പോഴുള്ള അർബനിസം ജനങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, അവരുടെ ആർട്ടിൽ എന്തൊക്കെയാണ് മാറ്റം, അവരുടെ ലിറ്ററേച്ചറിൽ എന്തൊക്കെയാണ് മാറ്റം, അതല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈലില്, അവരുടെ ആചാരങ്ങളില്, അനുഷ്ഠാനങ്ങളില് എന്താണ് മാറ്റം സംഭവിച്ചതെന്ന് നമ്മൾ പഠിക്കുന്നതിന് urbanism is a interdisciplinary branch or an urbanism or interdisciplinary project എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് പിന്നെ അർബനിസം എന്താണെന്ന് പഠിച്ചു, അതേപോലെ തന്നെ റൂറൽ ഹിസ്റ്ററി എന്താണെന്ന് പഠിച്ചു, അർബൻ ഹിസ്റ്ററി എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ പിന്നെ അർബൻ ഹിസ്റ്ററിയുടെ ചരിത്രം പഠിച്ചു. അർബൻ ഹിസ്റ്ററി ഇസ് എ ഇന്റർ ഡിസിപ്ലിനറി ബ്രാഞ്ച് എന്ന് പറഞ്ഞു. അത് പ്രൂവ് ചെയ്യാനുള്ള കാരണങ്ങളും നമ്മൾ പഠിച്ചു. അർബനിസം ഇസ് എ കമ്പാരിറ്റീവ് സ്റ്റഡി ആണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് കൺവേ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.